ഹലോ ഫ്രണ്ട്സ്, സ്മാർട്ട് ചാർട്ട് പി എസ് സിയുടെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അയ്യങ്കാളിയെക്കുറിച്ചുള്ള ക്ലാസ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ചട്ടമ്പി സ്വാമിയെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ ഒന്ന് കണ്ടു നോക്കണേ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അയ്യങ്കാളിയുടെ ക്ലാസ്സിലേക്ക് പോവാം. ആദ്യമായിട്ട് നമുക്ക് അയ്യങ്കാളിയുടെ കാലഘട്ടം നോക്കാം. 1863 മുതൽ 1941 വരെ. 1863 1941. അയ്യങ്കാളിയുടെ ജനനം 1863 ഓഗസ്റ്റ് 28. 1863 ഓഗസ്റ്റ് 28 അയ്യങ്കാളി ജനിച്ചത്. മലയാള വർഷം നോക്കുകയാണെങ്കിൽ 1039 ചിങ്ങം 14. ജനിച്ച സ്ഥലം തിരുവനന്തപുരത്തെ വെങ്ങാനൂർ. അയ്യങ്കാളിയുടെ ജനിച്ച സ്ഥലം തിരുവനന്തപുരത്തെ വെങ്ങാനൂർ. ജന്മഗൃഹം അറിയപ്പെടുന്നത് പ്ലാവത്തറ വീട്. ജന്മഗൃഹം പ്ലാവത്തറ വീട്. പിതാവ് അയ്യൻ, മാതാവ് മാല, പത്നി ചെല്ലമ്മ. അയ്യങ്കാളിയുടെ ബാല്യകാല നാമമാണ് കാളി. അയ്യങ്കാളിയുടെ ബാല്യകാല നാമം കാളി എന്നറിയപ്പെടുന്നു. അയ്യങ്കാളി അന്തരിച്ച വർഷം 1941 ജൂൺ 18. അയ്യങ്കാളി അന്തരിച്ച വർഷം 1941 ജൂൺ 18. ഇത്രയും ഭാഗം ഒന്നുകൂടെ നോക്കാം. അയ്യങ്കാളി ജനിച്ചത് 1863 ഓഗസ്റ്റ് 28. ജന്മസ്ഥലം തിരുവനന്തപുരത്തെ വെങ്ങാനൂർ. ജന്മഗൃഹം പ്ലാവത്തറ വീട്. പിതാവ് അയ്യൻ, മാതാവ് മാല, പത്നി ചെല്ലമ്മ. ബാല്യകാലനാമം കാളി. അയ്യങ്കാളി അന്തരിച്ചത് 1941 ജൂൺ 18. ആധുനിക ദളിതരുടെ പിതാവ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്നതും അയ്യങ്കാളിയെക്കുറിച്ചാണ്. ആധുനിക ദളിതരുടെ പിതാവെന്നറിയപ്പെടുന്നത് അയ്യങ്കാളി. ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്നതും അയ്യങ്കാളി. ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവായി വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തി അയ്യങ്കാളിയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ തൊഴിലാളി നേതാവ് എന്നറിയപ്പെടുന്നത് അയ്യങ്കാളി തന്നെ. അധസ്ഥിതരുടെ ഉന്നമനത്തിനു വേണ്ടി പ്രയത്നിച്ച പരിഷ്കർത്താവാണ് അയ്യങ്കാളി. അധികൃത വിഭാഗത്തിലുള്ളവരുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ചതും അയ്യങ്കാളി തന്നെ. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യത്തെ SC വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണ് അയ്യങ്കാളി. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യത്തെ SC വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണ് അയ്യങ്കാളി. 1911 ഡിസംബർ 5 ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി. അതുകൂടാതെ തുടർച്ചയായി 28 വർഷം അംഗമായ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവും അയ്യങ്കാളി. ശ്രീമൂലം പ്രജാസഭയിൽ തുടർച്ചയായി 28 വർഷം അംഗമായിരുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവാണ് അയ്യങ്കാളി. ആധുനിക ദളിതരുടെ പിതാവെന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ, ആളിക്കത്തിയ തീപ്പൊരി, ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവ് എന്നിങ്ങനെയൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്നത് അയ്യങ്കാളിയാണ്. അധകൃതരുടെ ഉന്നമനത്തിനു വേണ്ടി പ്രയത്നിച്ച പരിഷ്കർത്താവാണ് അയ്യങ്കാളി. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യത്തെ SC വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയും 1911 ഡിസംബർ 5 ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി. ശ്രീമൂലം പ്രജാസഭയിൽ തുടർച്ചയായി 28 വർഷം അംഗമായ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവാണ് അയ്യങ്കാളി. ഞാനിതാ പുലയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞ സാമൂഹ്യ പരിഷ്കർത്താവാണ് അയ്യങ്കാളി. ഞാനിതാ പുലയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞ സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യങ്കാളി. ഞാൻ പ്രതിഷ്ഠിച്ചത് ഈഴവ ശിവനെയാണെന്ന് പറഞ്ഞത് ഗുരുവാണ്, മാറിപ്പോരുത്. ഞാൻ ഇതാ പുലയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞത് അയ്യങ്കാളി. ഞാൻ പ്രതിഷ്ഠിച്ചത് ഈഴവ ശിവനെയാണെന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരു. ഇനി അയ്യങ്കാളിയുടെ പരിഷ്കാരങ്ങൾ നോക്കാം. ചാലിയത്തെരുവ് ലഹളയുടെ സൂത്രധാരൻ അയ്യങ്കാളിയാണ്. 1898 നടന്ന ചാലിയത്തെരുവ് ലഹളയുടെ സൂത്രധാരൻ അയ്യങ്കാളിയാണ്. പിന്നാക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി വെങ്ങാനൂരിൽ കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ചു. 1905 കുടിപ്പള്ളിക്കൂടത്തിൻ്റെ ഇയർ കാണുന്നത്. പക്ഷേ SCERTയിൽ 1904 കാണിച്ചിരിക്കുന്നത്. ഞാനതുകൊണ്ട് 1904 നോട്ടിൽ കൊടുത്തത്. ഇതോടെ ഒന്ന് ശ്രദ്ധിക്കുക. 1905 കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ചത്. അധകൃത വിഭാഗത്തിനു വേണ്ടിയുള്ള കേരളത്തിലെ ആദ്യ വിദ്യാലയം കൂടിയാണ് ഇത്.
ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. അയ്യങ്കാളിയുടെ പരിശ്രമത്തിനൊടുവിൽ ശ്രീമൂലം തിരുനാൾ മഹാരാജാവ് പിന്നോക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് സർക്കാർ സ്കൂളിൽ പഠിക്കാൻ അനുവാദം നൽകി. 1914 അയ്യങ്കാളിയുടെ പരിശ്രമത്തിനൊടുവിൽ ശ്രീമൂലം തിരുനാൾ മഹാരാജാവ് പിന്നാക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് സർക്കാർ സ്കൂളിൽ പഠിക്കാനുള്ള അനുവാദം നൽകി. അടുത്ത നോക്കാം. തിരുവിതാംകൂറിൽ കർഷക തൊഴിലാളികളുടെ ആദ്യ പണിമുടക്ക് സമരം നയിച്ചത് അയ്യങ്കാളിയാണ്. തിരുവിതാംകൂറിൽ കർഷക തൊഴിലാളികളുടെ ആദ്യ പണിമുടക്ക് സമരം നയിച്ചതും അയ്യങ്കാളി തന്നെ. സാമൂഹിക സാമ്പത്തിക കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിക്കുന്നതിനും നേതൃത്വം നൽകിയത് അയ്യങ്കാളി. 1909 കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം വെങ്ങാനൂരിൽ സംഘടിപ്പിച്ചു. അത് ഇമ്പോർട്ടൻ്റ് ആണ്. 1909 ആദ്യ കർഷക സമരം വെങ്ങാനൂരിൽ സംഘടിപ്പിച്ചത്. വെങ്ങാനൂരിൽ സമുദായ കോടതി സ്ഥാപിച്ചു. 1912 നെടുമങ്ങാട് ചന്ത കലാപത്തിന് നേതൃത്വം നൽകിയതും അയ്യങ്കാളി. 1937 ഗാന്ധിജി അയ്യങ്കാളിയെ സന്ദർശിച്ചു. 1937 അയ്യങ്കാളിയെ ഗാന്ധിജി സന്ദർശിച്ചു. അതേപോലെ ഓഗസ്റ്റ് 28 അയ്യങ്കാളി ജയന്തി കേരള സർക്കാർ പൊതു അവധി പ്രഖ്യാപിച്ചു. ഓഗസ്റ്റ് 28 പൊതു അവധിയാണ്. അടുത്ത വില്ലുവണ്ടി യാത്ര. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പൊതുവഴിയിലൂടെ താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി അയ്യങ്കാളി നടത്തിയ സമരമാണ് വില്ലുവണ്ടി യാത്ര. 1893 വർഷം. 1893 പൊതുവഴിയിലൂടെ താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി അയ്യങ്കാളി നടത്തിയ സമരമാണ് വില്ലുവണ്ടി യാത്ര. വെങ്ങാനൂരിലെ പൊതുവഴിയിലൂടെ ഒരു വില്ലുവണ്ടിയിൽ യാത്ര ചെയ്ത് അയ്യങ്കാളി സാമൂഹ്യ വിലക്കുകളെ ലംഘിച്ചു. വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെയായിരുന്നു വില്ലുവണ്ടി യാത്ര നടത്തിയത്. വില്ലുവണ്ടി യാത്രയിൽ ഇമ്പോർട്ടൻ്റ് ഇയർ ആണ് 1893. അയ്യങ്കാളിയാണ് വില്ലുവണ്ടി യാത്ര നയിച്ചത്. വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെയാണ് വില്ലുവണ്ടി യാത്ര നടത്തിയത്. അടുത്ത നോക്കാം. സാധുജന പരിപാലന സംഘം. അവർണ ജാതിക്കാർക്ക് പൊതുനിരത്തിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യം, അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം, തൊഴിലെടുക്കുന്നവർക്ക് കൂലി വർധന എന്നിവയായിരുന്നു സംഘടനയുടെ ലക്ഷ്യം. ഈ സാധുജന പരിപാലന സംഘത്തിൻ്റെ ലക്ഷ്യം എന്തൊക്കെയായിരുന്നു? അവർണ ജാതിക്കാർക്ക് പൊതുനിരത്തിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം വേണം, അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം, തൊഴിലെടുക്കുന്നവർക്ക് കൂലി വർധന. ഇതൊക്കെയായിരുന്നു സാധുജന പരിപാലന സംഘത്തിൻ്റെ ലക്ഷ്യം. ഇയർ 1907. മുഖപത്രം സാധുജന പരിപാലിനി. സാധുജന പരിപാലിനിയുടെ മുഖ്യ പത്രാധിപർ ചെമ്പന്തറ കാളിച്ചോതി കറുപ്പൻ. 1938 സാധുജന പരിപാലന സംഘത്തിൻ്റെ പേര് പുലയ മഹാസഭ എന്നാക്കി മാറ്റി. ക്ലിയർ ആണല്ലോ? സാധുജന പരിപാലന സംഘം 1907. സാധുജന പരിപാലിനിയാണ് മുഖപത്രം. 1938 സാധുജന പരിപാലന സംഘത്തിൻ്റെ പേര് പുലയ മഹാസഭ എന്നാക്കി മാറ്റി. അടുത്ത നോക്കാം. കല്ലുമാല സമരം. പിന്നാക്ക ജാതിയിൽപ്പെട്ടവർക്ക് വസ്ത്രം, ആഭരണങ്ങൾ എന്നിവ ധരിക്കുന്നതിനായി സംഘടിപ്പിച്ച കല്ലുമാല പ്രക്ഷോഭത്തിൻ്റെ നേതാവാണ് അയ്യങ്കാളി. 1915 കൊല്ലം ജില്ലയിലെ പെരിനാട് നടന്ന സമരമാണ് കല്ലുമാല സമരം. അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾ കല്ലുമാല ആഭരണമായി ധരിക്കുന്നവരായിരുന്നു. കീഴായ്മയുടെ ചിഹ്നമായ കല്ലുമാല വലിച്ചെറിയാൻ അയ്യങ്കാളി അവരോട് അഭ്യർത്ഥിച്ചു. കല്ലുമാല സമരത്തെ പെരിനാട്ടു ലഹള എന്നും അറിയപ്പെടുന്നു. അപ്പോൾ കല്ലുമാല സമരത്തിൻ്റെ ഇയർ 1915 ആണ്. കല്ലുമാല സമരത്തെ പെരിനാട് ലഹള എന്നും അറിയപ്പെടുന്നു. കല്ലുമാല സമരത്തിൻ്റെ നേതൃത്വം നൽകിയത് അയ്യങ്കാളിയാണ്. അടുത്ത വരുന്നത് ഊരൂട്ടമ്പലം ലഹള. ഊരൂട്ടമ്പലം ലഹള. തിരുവനന്തപുരം ഊരൂട്ടമ്പലം ഗ്രാമത്തിൽ അയ്യങ്കാളി പഞ്ചമി എന്ന ദളിത് പെൺകുട്ടിയെ സ്കൂളിൽ ചേർക്കാൻ കൊണ്ടുവന്നപ്പോൾ സവർണ ജാതിക്കാർ സ്കൂൾ തീയിട്ടു നശിപ്പിച്ചതിനെ തുടർന്നുണ്ടായ പ്രക്ഷോഭമാണ് ഊരൂട്ടമ്പലം ലഹള. 1915 നടന്ന പ്രക്ഷോഭമാണ് പുലയ ലഹള, 90-ാം ആണ്ട് ലഹള എന്നിങ്ങനെ അറിയപ്പെടുന്ന സമരം. ഊരൂട്ടമ്പലം ലഹള തിരുവനന്തപുരത്താണ് നടന്നത്. പഞ്ചമി എന്ന വിദ്യാർത്ഥിയെ സ്കൂളിൽ ചേർത്താൻ കൊണ്ടുവന്നപ്പോൾ സവർണ ജാതിക്കാർ സ്കൂൾ തീയിട്ട് നശിപ്പിച്ചതിനെ തുടർന്നുണ്ടായ പ്രക്ഷോഭമാണ് 1915. ഊരൂട്ടമ്പലം ലഹളയുടെ നേതാവ് എന്ന് പറയുന്ന അയ്യങ്കാളി പുലയ ലഹള എന്നറിയപ്പെടുന്നു, 90-ാം ആണ്ട് ലഹള എന്നും അറിയപ്പെടുന്നു. ഇനി അയ്യങ്കാളിയുടെ പ്രതിമ.
അയ്യങ്കാളിയുടെ പ്രതിമ തിരുവനന്തപുരത്ത് അനാച്ഛാദനം ചെയ്തത് ഇന്ദിരാഗാന്ധിയാണ് 1950. ഇസ്ര ഡേവിഡ് ആയിരുന്നു അയ്യങ്കാളിയുടെ പ്രതിമയുടെ ശില്പി. ഇസ്ര ഡേവിഡ്. അടുത്ത് നോക്കാം. അയ്യങ്കാളി തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് 2002 ഓഗസ്റ്റ് 12. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പ് വകുപ്പ് അയ്യങ്കാളിയെ അനുസ്മരിച്ച് സ്റ്റാമ്പ് പുറത്തിറക്കി. 2002 ഓഗസ്റ്റ് 12 അയ്യങ്കാളി തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. അടുത്തത് അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചിത്രകൂടം, വെങ്ങാനൂർ. അയ്യങ്കാളി സ്മാരകം ചിത്രകൂടം, വെങ്ങാനൂരാണ്. 2010 അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചു. കേരള പട്ടികജാതി വികസന വകുപ്പിൻ്റെ ആസ്ഥാനം അയ്യങ്കാളി ഭവൻ, വെള്ളയമ്പലം, തിരുവനന്തപുരമാണ്. കേരള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ്റെ ആസ്ഥാനം തൃശ്ശൂരാണ്, മാറിപ്പോകരുത്. അയ്യങ്കാളി ചെയർ ആരംഭിച്ച സർവകലാശാലയാണ് കേന്ദ്ര സർവകലാശാല, കാസർഗോഡ്. അയ്യങ്കാളി ചെയർ ആരംഭിച്ച സർവകലാശാല കേന്ദ്ര സർവകലാശാല, കാസർഗോഡ്. പിന്നെ ഒരു പോയിന്റ് കൂടെ പറയാൻ നോട്ടിലില്ല. അയ്യങ്കാളിയുടെ ശ്രമഫലമായി തിരുവനന്തപുരത്ത് പിന്നാക്ക വിഭാഗക്കാർക്ക് വേണ്ടി സ്ഥാപിച്ച ഹോസ്റ്റലിൽ താമസിച്ച് പഠിച്ച മുൻ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് KR നാരായണൻ. ഓക്കെ, ഇനി അടുത്ത് അയ്യങ്കാളിയെക്കുറിച്ചുള്ള വിശേഷണങ്ങൾ. കേരള സ്പാർട്ടക്കസ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ അയ്യങ്കാളി. കേരള സ്പാർട്ടക്കസ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ അയ്യങ്കാളി. പുലയ രാജ എന്നറിയപ്പെടുന്നത് അയ്യങ്കാളി തന്നെ. പുലയ രാജ എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധി. ഇന്ത്യയിൽ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് അയ്യങ്കാളിയെ അഭിസംബോധന ചെയ്തത് EK നായനാർ. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദളിത് നേതാവ് എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് P. സനൽ മോഹൻ. അപ്പോൾ കേരള സ്പാർട്ടക്കസ് എന്നറിയപ്പെടുന്നത് അയ്യങ്കാളി, പുലയ രാജ എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ഗാന്ധിജി, ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധി, ഇന്ത്യയിൽ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് EK നായനാർ, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദളിത് നേതാവ് എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ച ചരിത്രകാരനാണ് P. സനൽ മോഹൻ. ഇനി ഒരു കൃതി നോക്കാം. അയ്യങ്കാളി എ ദളിത് ലീഡർ ഓഫ് ഓർഗാനിക് പ്രൊട്ടസ്റ്റ് എന്ന കൃതി രചിച്ചത് M. നിസാർ ആൻഡ് മീന കന്ദസ്വാമി. അയ്യങ്കാളി എ ദളിത് ലീഡർ ഓഫ് ഓർഗാനിക് പ്രൊട്ടസ്റ്റ് എന്ന കൃതി രചിച്ചത് M. നിസാർ ആൻഡ് മീന കന്ദസ്വാമി. ഇനി ബുക്കുകൾ നോക്കാം. 2 ബുക്കാണ്. THP ചെന്താരശ്ശേരിയുടെ 2 ബുക്കുകളാണ്. അയ്യങ്കാളിയെക്കുറിച്ച് എഴുതിയ ബുക്സാണ്. അയ്യങ്കാളി അധസ്ഥിതരുടെ പടത്തലവൻ, കേരള ചരിത്രത്തിൻ്റെ ഗതി മാറ്റിയ അയ്യങ്കാളി എന്നിങ്ങനെ അയ്യങ്കാളിയെക്കുറിച്ച് എഴുതിയ 2 ബുക്കുകൾ. THP ചെന്താരസ്വാമി